നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്തർ സംഗമിക്കുന്ന ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. വലിയൊരു വരുമാനമാണ് ശബരിമലയിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. പക്ഷേ ഭക്തന്മാർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനോ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ശബരിമലയിൽ ഉണ്ടാക്കുന്നതിനോ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് മുൻ കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്താണ്. നമസ്കാരം. സർ, ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ സമഗ്രമായ സത്യത്തിൽ ഇപ്പോൾ ശബരിമല അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ ഒരു എല്ലാത്തിൻ്റെ വളരെ കൃത്യമായൊരു പരിഹാരം എന്ന കണക്കിലുള്ള നിർദ്ദേശങ്ങളാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ചില വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവിടുത്തെ പ്രകൃതിയും മറ്റ് ചുറ്റുപാടുകളും എത്രത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ചും നിലയ്ക്കലിലെ ഇടത്താവളം ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇതൊന്നും പരിഹാരമില്ലാത്ത വിധത്തിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും ഇല്ലാത്തതായിട്ടുള്ള ചലഞ്ചസോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാത്തിനും ഇടം കൊല്ലിടുക. നമ്മൾ ഒരു പരിഹാരത്തിലോട്ട് പോവല്ലേ ചെയ്യുക. സൊല്യൂഷൻ ഇല്ലാത്ത എന്താ ഉള്ള പ്രോബ്ലം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ കുറച്ചുകൂടെ ട്വീക്ക് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഉള്ള ഇഷ്യൂ നമുക്ക് അറിയാമല്ലോ. അവിടെ ഒന്ന് ചെങ്കുത്തായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്, വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. അപ്പൊ ആ സന്നിധാനത്തില് ക്രൗഡ് അല്ലെങ്കിൽ അവിടെ ഈ നിർമ്മാണങ്ങളും അവിടെ പരമാവധി സംഭവങ്ങൾ കുത്തിക്കയറ്റുന്നത് കുറച്ചാൽ തന്നെ ഇതിനകത്തുള്ള പരിഹാരമുണ്ട്. ഇറ്റ്സ് വെരി ഒബ്വിയസ്. നമുക്ക് അതേസമയം താഴെ സ്ഥലം ഉണ്ടല്ലോ, താഴെ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്. അപ്പൊ അവിടെ ഈ ഹോൾഡിംഗ് ഏരിയ അവിടെ നിന്നുള്ള ഒരു എന്താ പറയാ ഫ്ലോ വളരെ ഭംഗിയായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതേസമയം റെഗുലേറ്റ് അവിടെ ഇങ്ങനെ എന്താ പറയാ വടം കെട്ടി ചുമ്മാ ആൾക്കാരെ ഇരുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. അവരുടെ ആ ഒരു വളരെ ഭക്തിപൂർവം സ്വാമിയെ തൊഴാൻ വേണ്ടി വരുന്നവരെ നിർത്തി ഉപദ്രവിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യരുതല്ലോ. മറിച്ച് അവിടെ കാത്തു നിൽക്കുന്ന ഓരോ നിമിഷവും അവർക്ക് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കൊടുക്കേണ്ടത്, ഒരു ഫീലല്ലേ വേണ്ടേ. അപ്പോ അതൊക്കെ ചെയ്യാൻ ഇന്ന് സാധിക്കും. ടെക്നോളജി ഉണ്ട്, അതിനനുസരിച്ചുള്ള ഡിസൈൻ. ഇപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പോലും എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഡിസൈൻ ഇസ് വെരി വെരി ക്രൂഷ്യൽ. എന്ത് സംഭവത്തിനും ഡിസൈൻ വേണം. ആ ഡിസൈൻ പാളി പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് തന്നെ. ഇത് എന്തിനാണ് എന്നുള്ളൊരു ഓർമ്മ വേണമല്ലോ. ഇവിടെ വരുന്ന ഈ ഭക്തജനങ്ങളെയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ എന്തും ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പം സാധന സാമഗ്രികൾ മേളിലോട്ട് കൊണ്ടുവരുന്നത് ഇതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രാക്ടറിൽ ഇങ്ങനെ കത്തിച്ച് പോവാണ്. മല കയറിയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ വേണമെങ്കിലും ആര് വേണമെങ്കിലും എന്താ പറയാ അപകടം സംഭവിക്കാം. കൊച്ചുകുട്ടികളും ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇതൊന്നും ഒരു കുറച്ചുകൂടെ എന്താ പറയാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങളാണ്. മനുഷ്യർ നടന്നു കയറുന്ന പാതയിലൂടെ ഇങ്ങനെ കത്തിച്ചിട്ട് ട്രാക്ടർ പോകും. വേറെ എവിടെങ്കിലും ഈ ലോകത്ത് എവിടെങ്കിലും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് അതിന്റെ ഡേഞ്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുകയല്ലേ ചെയ്യുക. അതിന് പരിഹാരമില്ല, സൊല്യൂഷൻ ഇല്ല എന്നല്ല പറയാനുള്ളത്. പരിഹാരം കാണണം. റോപ്പ് വേസ് പോസിബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ സാധന സാമഗ്രികളെങ്കിലും അതെങ്കിലും റോപ്പ് വേയിലോട്ട് പോയി. ഇതൊക്കെ ചെയ്യാനോ പരിഹരിക്കാൻ പറ്റാത്തതായിട്ടോ ഒന്നുമല്ല. വേറെ നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. ഇന്റർനാഷണൽ എക്സാമ്പിൾസ് ഉണ്ട്. തിരുപ്പതി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കുംഭമേളയില് മാനേജ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പറയുമ്പോ അത് അവിടെയാണ്, ഇവിടെ അത് സാധിക്കില്ല എന്ന് പറയും. അത് അട്ടർ നോൺസെൻസ് ആണ്. എല്ലായിടത്തും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരണമല്ലോ. അതേപടി കൊണ്ടുവരാനല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അതിനു വേണ്ടിയല്ലേ നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ഏകദേശം 1,80,00,000, പ്രയാഗിൽ 24 കോടി തീർത്ഥാടകരാണ്. പഠിച്ചിട്ട് നെതർലാൻഡ്സില് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കാണുന്ന അതേപടി ഇവിടെ ചെയ്യാൻ നോക്കരുത് എന്നുള്ളതാണ്. സാഹചര്യത്തിനനുസരിച്ച് അത് ട്വീക്കാണ്. അതിനാണ് ഞാൻ പറയുന്നത്, നമുക്ക് തലമണ്ട തന്നിരിക്കുന്നത്, നമ്മൾ ബുദ്ധി ഉപയോഗിക്കണമല്ലോ. എന്നിട്ട് അതിന് ഇവിടുത്തെ എക്സ്പേർട്സ് ഉണ്ട്. ഇപ്പൊ എക്സ്പെർട്ടീസ് ഉള്ള ആരും ഇതില് അൺഫോർച്ചുനേറ്റ്ലി ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1400 എത്രയോ ക്ഷേത്രങ്ങള് നോക്കുന്ന കൂട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇതും ഒരെണ്ണം മാത്രമായിട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധ ഈ ഓരോ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളുടെയും
ട്രാൻസ്ഫർ, മറ്റേത് ഇത് എല്ലാ ജീവനക്കാരുടെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവര് എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു വൻ പ്രസ്ഥാനത്തിന് ഒരു വലിയ ആക്ടിവിറ്റിയെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കിൽസോ അതിനു വേണ്ടുന്ന എക്സ്പെർട്ടീസോ ഇതിനകത്തൊരു ക്രൗഡ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വളരെ ബ്രീത്ത് ആയിട്ടുള്ള ഒരു ശാഖയാണ്. റിസർച്ച് ഒക്കെ നടക്കുന്ന വലിയ മേഖലയാണ്. അതുമായിട്ട് എന്തെങ്കിലും പരിചയമുള്ളവരിപ്പോ ഉണ്ടോ നമുക്ക് അഡ്വൈസ് തരാനോ ഇതിനകത്തോ? ഈ വടം കെട്ടിയിട്ട് കുറെ പോലീസിനൊക്കെ നിയോഗിച്ച് ആൾക്കാരെ, അതൊന്നും അല്ല ക്രൗഡ് മാനേജ്മെന്റ്. ഇതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള കോൺസെപ്റ്റ്സ് ആണ്. അതൊക്കെ മാറിയിട്ട് എത്രയോ നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് ഇപ്പൊ ആൾക്കാരെ ഒരു സ്ഥലത്ത് നിർത്തി ഘട്ടം ഘട്ടമായിട്ട് കടത്തിവിടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പോലും അറിയാൻ പാടില്ല അവര് കാത്തു നിൽക്കുകയാണെന്ന്. അതാണ് ആധുനികമായിട്ടുള്ള രീതി. അവർ പോലും അറിയില്ല അവർ കാത്തു നിർത്തുകയാണെന്ന്. അവർക്ക് ആക്ടിവിറ്റിയാണ് കൊടുക്കുക. അവിടെ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അവർക്ക് ഇൻവോൾവ് ആയി സമയം പോകുന്ന പോലും അവരറിയില്ല. അവര് എന്താ പറയാ എത്തി ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും എത്തി, അത്രേ മനസ്സിലാവുള്ളൂ. ദാറ്റ് ഈസ് ഹൗ യു ഡിസൈൻ. ഇതിപ്പം സാറ് തന്നെ എടുത്ത് പറയുന്നത് പോലെ ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ഉത്സവ സംവിധാനമാണ് ഇപ്പോൾ ശബരിമല നിലവിൽ നിലനിൽക്കുന്നത്. അപ്പം അതിന് പകരം വർഷത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ശബരിമലയ്ക്ക് ഇല്ലാത്തതാണ് ഇതിന്റെ ഒരു പ്രശ്നം. തീർച്ചയായിട്ടും അതാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഉത്സവത്തിന് കൊടിയേറുന്നു, അപ്പൊ നമ്മൾ കമ്മിറ്റി കൂടുന്നു, കുറെ പിരിവെടുക്കുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കുന്നു, ഒരു സ്പോൺസർ പിടിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് അല്ലല്ലോ ഇത്. ആ ക്ഷേത്രം അവിടെ തന്നെ ഉണ്ട്. അവിടെ വരുന്ന ഭക്തജനങ്ങൾ വരുന്ന സീസൺ നമുക്കറിയാം, മുൻകൂട്ടി അറിയാം. ഇത് വീണ്ടും വരും എന്നറിയാം, അല്ലെ? ഇതിന്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇത് ഇന്ന് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. അതേസമയം വളരെ പ്രകൃതി വളരെ ലോലമായിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ്. ഇക്കോളജിക്കലി വളരെ ഫ്രജൈൽ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്രയും പേര് വന്നു പോയി കഴിയുമ്പോൾ അതിനൊരു ഹീലിംഗ് വേണം. അല്ലെ, ആ കാടും ആ വനങ്ങളും അതിന്റെ ആ ഒരു ബ്യൂട്ടിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഇക്കോളജിക്കലി വളരെ ഫ്രജൈൽ അല്ല. ഇതെല്ലാം ചെയ്യാൻ നമുക്കിവിടെ സമയമുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് 24 മണിക്കൂറും അല്ലെങ്കിൽ 365 ദിവസവും തുറന്ന് ഉള്ളൂ അങ്ങനത്തെ ഒരു ക്ഷേത്രമല്ല. അപ്പൊ അടച്ചിടുന്ന സമയം എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിന്റെ അപ്കീപ്പാണ്. ഇത് മെച്ചപ്പെടുത്താനും അവിടെ വേണ്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും വൃത്തിയാക്കാനും പുതിയ ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനും അതോടൊപ്പം തന്നെ അവിടെ പ്രകൃതിക്ക് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കാനും കൂടെയാണ്. ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ആ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സമയത്ത് തോന്നും വിധത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോൺക്രീറ്റ് കാട് പോലെ സന്നിധാനത്തിന്റെ ചുറ്റും തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഡിസൈൻ കോൺസെപ്റ്റേ ഇല്ല. ഇത് ഒരു ക്ഷേത്രത്തിനെ മറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആ ഒരു ഗാംഭീര്യം ഇല്ലാതാക്കുന്ന രീതിയിലൊക്കെയാണ് ലാൻഡ്സ്കേപ്പിന് യാതൊരു വിലയും കൊടുക്കാതെ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ശരിക്കും ഡിസൈൻ കോൺസെപ്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ഇമ്മീഡിയറ്റ്ലി അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടതുമായിട്ടുള്ള തന്നെ ഒരു ഡിസൈൻ എക്സ്പേർട്ട് പറയുള്ളൂ. ഇതൊക്കെയാണ് ശരിക്കും അവിടെ ക്രൗഡ് മൂവ്മെന്റിന് പ്രശ്നം ഉണ്ടാക്കുന്നതും. ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ശബരിമലയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമാണ്. ഒരു വലിയൊരു റീസ്ട്രക്ചറിങ് എന്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്നത് അതാണ്. കാരണം ഇങ്ങനെ ഓരോ കാലത്ത് പണിതുപോയ ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള കെട്ടിട സ്ട്രക്ചറുകൾ, അതും പലതും ശരിക്കു പറഞ്ഞാൽ സേഫ്റ്റി ആസ്പെക്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പീഡോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഇവാക്യുവേഷൻ റൂട്ട് പോലും പ്രോപ്പർ ഇല്ല. നമ്മൾ ക്രൗഡ് മാനേജ്മെന്റിന്റെ അടിസ്ഥാനം ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ക്രൗഡ് മാനേജ് ചെയ്ത് സാധാരണഗതിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു റൂട്ട്, തിരക്ക് കൂടുമ്പോൾ നമുക്കൊരു പ്ലാൻ വേറൊന്നുണ്ടാവും, അതിലൂടെ വേറൊരു വഴിക്കൂടെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് കുറച്ച് കുഷൻ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. ഇനി അതൊന്നും ഫലിക്കാതെ വന്നാൽ എന്തെങ്കിലും നമ്മൾ വിചാരിക്കാതെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവാക്യുവേഷൻ റൂട്ടുകൾ വരെ വേണം. ഇത് എല്ലാം വെച്ച് സജ്ജീകരിച്ച് അതിനനുസരിച്ചുള്ള റൂട്ട് ഡിസൈൻ ശരിക്കുമാണ്. റൂട്ട് ഡിസൈൻ എന്ന് പറയുമ്പം കയറി പോകുന്ന വഴി ചുമ്മാ വരയ്ക്കുക എന്നുള്ളതല്ല. ഈ റൂട്ട് ഡിസൈനിൽ ഇടയ്ക്കിടയ്ക്ക് ഹോൾഡ് ഏരിയാസ് പോലെ, അത് ഹോൾഡ് ഏരിയ ആണെന്ന് ഇവർക്ക് മനസ്സിലാവാൻ പോലും പാടില്ല. ചിലപ്പോൾ അത് കുറച്ച് വളച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അവർക്ക് കയറുന്ന ഭാഗത്ത് കുറച്ചുകൂടെ സമയം എടുക്കാൻ വേണ്ടി ആ രീതിയിൽ ഡിസൈൻ ചെയ്യും. ഇതൊക്കെ ക്രൗഡ് മാനേജ്മെന്റ് ഡിസൈൻ കോൺസെപ്റ്റ് മനസ്സിലാവുന്നവർക്ക് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. മറിച്ച് തിരുപ്പതിയിലൊക്കെ ഒരു മാതൃകകൾ നമുക്ക് അവിടെ ആ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഇത് തിരുപ്പതി ഒന്നും ഇന്ന് ചെയ്തതല്ലല്ലോ, കുറച്ച് മുമ്പ് ചെയ്തതാണ്.
അന്ന് പോലും അത് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറെ കൂടെ വളരെ അഡ്വാൻസ്ഡ് ആണ് ഇത്തരം ടെക്നോളജികളും സാധ്യതകളും. കാരണം ഇപ്പൊ വരുന്ന ആൾക്കാര് എത്ര പേര് വരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് വാഹനങ്ങൾ വരുമ്പോഴും അതിൽ നിന്ന് ഇറങ്ങുന്നത് ഇതൊക്കെ വെച്ചിട്ട് കണക്ക് ആ സ്പോട്ടിൽ നിന്ന് കിട്ടും. നമുക്ക് നിലക്കൽ നിന്ന് ശരിക്കും കിട്ടും എത്ര പേര് വരുന്നു എന്നുള്ളത്, എത്ര പേരാണ് ഇപ്പോ ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്താൻ പോകുന്നത്. അല്ലാതെ അവിടെ ആള് വന്ന് ക്രൗഡ് കൂടിയതിനു ശേഷം അയ്യോ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാർ ഇതില് RFID ID കാർഡുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ എന്ത് അപ്ഡേഷൻ ആണ് സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ RFID എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദ ഓപ്ഷൻസ് ആണ്. ഇതുപോലെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വരുന്ന ഓരോ തീർത്ഥാടകനെയും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയും പൊസിഷൻ മനസ്സിലാക്കാനും ഇതിനൊക്കെ കുറെ ഇപ്പൊ ടെക്നോളജികളുണ്ട്. നമ്മളിപ്പോ നമ്പേഴ്സ് മൊബൈൽ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ പൊസിഷൻ എടുക്കുന്ന ടെക്നോളജി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ RFID വെച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ മൂവ്മെന്റും ഓരോ പോയിന്റ് കടക്കുമ്പോഴും ഒക്കെ നോൺ ഇൻട്രൂസീവ് ആയിട്ട്, അതായത് ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അയാളുടെ പൊസിഷനും ഇതൊക്കെ എടുക്കാം. അയാൾ തിരിച്ചു പോകാൻ നേരം അത് റിട്ടേൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനത്തെ പോസിബിലിറ്റീസും ഉണ്ട്. ഇതൊന്നും എന്താ പറയാ, ഒരു സ്ഥലത്തും പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് അതേപടി ഇവിടെ പകർത്തി വെക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം CCTV ക്യാമറകൾ, നമ്മള് ഈ ടെക്നോളജി AI ഇതൊക്കെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ട്രാഫിക്കിൽ ഫൈൻ അടിക്കാനൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ശരിക്കും ടെക്നോളജി ശരിക്കും നമ്മൾ സർക്കാർ അല്ലെങ്കിൽ ഈ സംവിധാനം സിറ്റിസന്റെ പുറത്തടിച്ചേൽപ്പിക്കുന്ന ഒരു എന്താ പറയാ ശിക്ഷാ നടപടികൾക്കോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ വേണ്ടി മാത്രമല്ല, അവർക്ക് ആ ഒരു സൗകര്യം കൊടുക്കാൻ വേണ്ടിയാണ്. സപ്പോസ് CCTV ക്യാമറകൾ അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു 500 ക്യാമറ വെക്കുന്നതൊന്നും വലിയ കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ശരിക്കും നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. എവിടെ എത്ര പേര് പോകുന്നത്, എങ്ങോട്ടാണ് റിയൽ ടൈം എടുക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഈ ക്രൗഡ് മോഡലിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മോഡൽ ചെയ്യുക, നമ്മൾ എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഇത് സഞ്ചരിക്കുക, എങ്ങനെയാണ് ഇത് പോവുക, ഇതിന്റെ പ്രൊജക്ഷൻസും മറ്റുമൊക്കെ. ടൈമിംഗ്സ് ഉൾപ്പെടെ ഏത് സമയത്താണ് കൂടുതൽ തിരക്ക്, എങ്ങനെയാണ് ഇതിന്റെ തിരക്ക് സംവിധാനം, ആ സമയത്ത് എങ്ങനെയാണ്, അത്തരം ധാരണകൾ അല്ലേ? അതെ, അത് പ്രഡിക്റ്റീവ് ആയിട്ട് ചെയ്യാനും പറ്റും. AI ഉപയോഗിച്ചിട്ട് തന്നെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇതൊന്നും എന്തോ വലിയ സാങ്കേതിക സംഭവമൊന്നും അല്ല. ഇതൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. പലയിടത്തും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിദേശത്ത് മാത്രമേ, എനിക്കൊന്ന് ഡൽഹി മെട്രോയിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പല മെട്രോ സ്റ്റേഷനുകളിലും ഇത് ചെയ്യാറുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒറ്റയടിക്ക് വരുന്നു, അവർ ഡിസ്പേഴ്സ് ചെയ്യുന്നു, അവർക്ക് അടുത്ത ട്രെയിനിലോട്ട്. അപ്പൊ ഇവര് മൂവ്മെന്റ് നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ സ്റ്റാമ്പീഡ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പല വാതിലുകള്, ചില ഓപ്പണിങ്സ് ഇതൊക്കെ ക്രൗഡ് കൂടുമ്പോൾ മാത്രം തുറക്കും. അതുവഴി ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന ഈ CCTV വെച്ചിട്ട് മനുഷ്യരിരുന്ന് നോക്കുകയല്ല ചെയ്യുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ദീസ് ആർ പോസിബിലിറ്റീസ്. ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് ഏതാണ് അവിടെ ഉപയുക്തമായത് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. നമ്മളിപ്പോ നിലവിൽ ഒരു വടം കെട്ടി വെച്ചിട്ട് ക്രൗഡ് മാനേജ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം. നമ്മള് ഒരു ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കൊളോണിയൽ ഹാൻഡ് ഓവറിൽ ചിന്തിക്കുമ്പോൾ ക്രൗഡ് എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരാണ്. ഇവരെ അങ്ങ് നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ക്രൗഡ് കൺട്രോൾ എന്നുള്ള ആശയം വരുന്നത്. ഇത് ക്രൗഡ് മാനേജ്മെന്റ് ആണ്. ക്രൗഡ് കൺട്രോൾ എന്ന് പറയുമ്പം ലാത്തിയും വടവും ഇതുമെല്ലാം വെച്ചിട്ട് വളരെ ധാർഷ്ട്യത്തോടെ ഉന്തുക, ഇതൊക്കെയാണ് ആ ഒരു പഴയ കോൺസെപ്റ്റ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ സെയിം കോൺസെപ്റ്റ് ആണ് പല സമയങ്ങളിൽ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആക്ഷേപം വരുന്നുണ്ട്. ഇത് ആരും മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, ഇത് മനുഷ്യരില്ലേ. മാത്രമല്ല അവിടെ ഫീൽഡിൽ നിൽക്കുന്ന പോലീസുകാരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ. ഇതൊരു ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റപ്പെടുത്തോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇതേ അല്ല ഞാൻ പറയുന്നത്. നമുക്ക് അതിന്റെ വേറെ മോഡൽസ് ലഭ്യമാണ്. അപ്പൊ ഇവർക്ക് അറിയുന്ന പണിയല്ല ഇവർ ചെയ്യാം. ഇപ്പൊ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലാണ് സാധാരണ നമ്മൾ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാം. അവരെന്നിട്ട് ലോ ആൻഡ് ഓർഡറിൽ സാധ്യതയുള്ള ഒരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകടനത്തിന് വരുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു. അവരെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലല്ലോ നമ്മള് ഭക്തജനങ്ങളെടുത്ത് ചെയ്യാം. അപ്പൊ ആ സട്ടിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളും വ്യത്യസ്തമായിരിക്കണം. വടവും ലാത്തിയും അല്ല നമ്മളവിടെ ഉപയോഗിക്കുക. അവിടെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ
ക്രൗഡ് മാനേജ് ചെയ്യാൻ വേണ്ടി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇഷ്ടം പോലെ ലഭ്യമായിട്ടുള്ള മോഡലുകൾ ഉണ്ട്. അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് തടസ്സമൊന്നുമില്ല. നമ്മളത് ചെയ്യില്ല എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിൽ നമ്മൾ ഈ സമയം ചെലവഴിക്കണം, ഭക്തർക്ക് സമയം ചെലവഴിക്കുന്നത് ഒരു പ്രശ്നമേ അല്ല. കാരണം ഇത്രയും സമയം ചെലവഴിച്ചിട്ടാണ് അവർ വരുന്നത്. കറക്റ്റ്. അപ്പോൾ അവർക്ക് വേണ്ടത് വളരെ സുരക്ഷിതമായ രീതിയിലുള്ള, ഇപ്പം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ സെല്ലുലാർ ഡാറ്റ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് മോഡലും, അതോടൊപ്പം തന്നെ അവരെ കൃത്യമായ രീതിയിൽ മുകളിലേക്ക് മല കയറ്റാനുള്ള രീതിയിലുള്ള ഒരു സ്കൈ വേകളും ഒക്കെ നിർമ്മിച്ച് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യത തന്നെ ഇവിടെ തുറന്ന്. തീർച്ചയായിട്ടും. മാത്രമല്ല അവിടെ വരുന്നവര് ഈ പറഞ്ഞ പോലെ അവിടെ സുഖജീവിതമോ അല്ലെങ്കിൽ ഒരു AC മുറിയോ അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ ഇപ്പൊ ഇറങ്ങി വന്ന് നേരെ അങ്ങ് പോയി അങ്ങനെയൊന്നും ആഗ്രഹിച്ചു വരുന്നവരൊന്നും അല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ കഷ്ടം തോന്നും. ചിലര് ആന്ധ്രയിൽ നിന്നും അങ്ങ് ദൂരത്തു നിന്നൊക്കെ വരുന്നവര് ശാരീരികമായിട്ട് പലവിധ ക്ലേശങ്ങൾ. ഞാൻ ഇപ്പൊ ഇത്തവണ പോയി വരുമ്പോഴും കണ്ടാണ് വയസ്സായ സ്ത്രീകളും അതുപോലെ ഈ ഒരു കാലില്ലാത്ത വ്യക്തിയൊക്കെ. അവര് ആ ഭക്തിയാണ്, അത് നമ്മളതിനെ കുറച്ച് കാണരുത്. അവരുടെ ഒരു ഡെഡിക്കേഷനും ഒക്കെ ഉണ്ട് അതിനകത്ത്. അവരുടെ മനസ്സ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, പക്ഷെ ഈ വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഭക്തി ഉണ്ടല്ലോ, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ ഇതിലൊരു ട്രസ്റ്റിഷിപ്പ് കോൺസെപ്റ്റ് ഉണ്ട്. ഈ ക്ഷേത്രങ്ങൾ നടത്തുന്നത് വിശ്വാസികൾക്ക് വേണ്ടി എന്നുള്ളൊരു ഇതാണല്ലോ. മറ്റുള്ളവരുടെ വിശ്വാസവും ഭക്തിയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് നമ്മൾ തിരുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഉപദേശം കൊടുക്കാനോ അവരെ വഴി ഈ മാറ്റി ഇപ്പുറത്ത് സഞ്ചരിപ്പിക്കാനോ അതൊന്നും പറയാൻ നിങ്ങൾ ആരും അല്ല എന്നുള്ള ഒരു വിനയമാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. ഞാനെല്ലാം തികഞ്ഞു, ഞാൻ വലിയ ബുദ്ധിമാനാണ്. വളരെ പഴയ ആചാരങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അതെ, ആചാരങ്ങളൊക്കെ പൂജയ്ക്ക് ഓരോ മനുഷ്യനും ബുദ്ധി ഉണ്ടെന്നേ. ആ മനുഷ്യനെ ആ ബുദ്ധി ഉപയോഗിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ള ആ ഒരു ധാർഷ്ട്യം ആവശ്യമില്ല. അതാണല്ലോ ചോയ്സ്, ഇൻഡിവിജ്വൽ ചോയ്സ്. മനുഷ്യന് ഡിഫറെന്റ് അല്ലേ, ഓരോ ആൾക്കാരും ഓരോ ഇതൊന്നും പോലല്ലേ. അത് മാത്രമല്ല, ഭരണഘടനാപരമായി അദ്ദേഹത്തിന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അധികാരാവകാശങ്ങളുണ്ട് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അയാളെ കയറി നിങ്ങൾ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ പാടായി, അയാളുടെ വിശ്വാസമായി, അയാളത് ഭരിക്കാൻ ആരും ഉപദ്രവിക്കാതെ അങ്ങ് പോവല്ലേ. അപ്പം നിങ്ങളെയൊക്കെ ഞാൻ നന്നാക്കി കളയാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. അപ്പൊ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു റെസ്പെക്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുക. ഈ ശബരിമലയോ എല്ലാ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളും അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവിടെ വരുന്ന തീർത്ഥാടകന് തന്നെയാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാം വരേണ്ടത്. അപ്പൊ തീർത്ഥാടകന്റെ സുഖ സൗകര്യങ്ങളെന്നല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു തീർത്ഥാടനമാണ് പ്രയോറിറ്റി ആവുന്നത്. തീർത്ഥാടനം പ്രയോറിറ്റി ആവുമ്പോൾ തീർത്ഥാടനത്തിന്റെ ഒരു ആംബിയൻസ് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാൻ, അത് പരിപാലിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹൂവർ ഇസ് റണ്ണിങ് ദ ഹോൾ ഷോ, അത് ആരാണോ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം വരും. അപ്പൊ ഇത് തീർത്ഥാടനത്തിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും സത്യത്തിൽ അവിടെ തൊഴാൻ വരുന്നവര് വെയിറ്റ് ചെയ്യാനൊക്കെ തയ്യാറാണ്. ആ വെയിറ്റ് ചെയ്യുന്ന ആ സമയം ഉണ്ടല്ലോ, അത് അവർക്ക് ഭക്തിപരമായിട്ട് തന്നെ ചെലവഴിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ മതി. എത്രയോ ദൂരത്തുനിന്ന് വരുന്നവരല്ലേ അവര്. വന്നിട്ട് രണ്ട് കാലിൽ അവിടെ തന്നെ ഇങ്ങനെ നിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പം കുത്തനെയുള്ള കുന്ന് കയറുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു പടമൊക്കെ വലിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിന്ന് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്. അതിനല്ല അവര് വന്നത്. അവര് വന്നത് സ്വാമിയെ തൊഴാനാണ്. അതുവരെ അതിന്റെ ഇടയിലുള്ള ഒരു പ്രോസസ്സിൽ അവർക്ക് തൊഴുകയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആചാരങ്ങളുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ഭജനയോ ഭക്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് സമയം കാത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. യു ഹാവ് ടു എൻഗേജ് ദം. എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യാറ്. എൻഗേജ് ചെയ്യണം. ആ എൻഗേജ് ചെയ്യാതെ നിങ്ങൾ അവിടെ ചുമ്മാ കാത്തു നിൽക്കുക, വടം കെട്ടിയിട്ടുണ്ട് അതിന്റെ അകത്ത് ഇങ്ങനെ നിന്നോണം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അവിടെ തന്നെ കിടന്നോ, that attitude doesn't work. എന്തും സഹിച്ച് നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്ക് മാറരുത് അല്ലെ? അതെ. പിന്നെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയാണ്, ഒരു സുഖ സൗകര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ബേസിക് ഇപ്പോ ഇത്തവണ ഞാൻ മലക്ക് പോയി ഇറങ്ങുമ്പോഴും ശരിക്കും നമ്മളെ വല്ലാതെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദുർഗന്ധമാണ്. എന്ന് മാത്രമല്ല നമുക്ക് തന്നെ കഷ്ടം തോന്നും. പുറത്തുനിന്ന് വന്ന ഇവരൊക്കെയാണ് നമ്മളിവിടെ നമ്മൾ കാണാം അപ്പുറം ഇപ്പുറം ഒക്കെ നിന്നിട്ട് അവര് മൂത്രമൊഴിക്കുകയാണ്.
അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പോയിന്റിലൊന്നും ഒരു സൗകര്യവും മൂത്രപ്പുരയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതെ അതെ നമുക്ക് അവരുടെ അടുത്ത് എന്താ പറയാൻ പറ്റുക? നിങ്ങള് അതെ ഒരു 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 ഒന്നും പറയാനില്ല. അവിടെ സൗകര്യം കൊടുത്തെങ്കിലല്ലേ അവർക്കത് ചെയ്യാൻ അവർക്കത് പറ്റുള്ളൂ. ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല ഉം. ഇതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മാതിരി ഇന്റഗ്രേറ്റഡ് കമാൻഡ് സെന്റർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഇതിലും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഈ ഉള്ള സാധ്യതയുള്ളൊരിടവും കൂടിയാണ്. അപ്പൊ അവിടെ അതെ, ഒരു വളരെ റിസ്കിയാണ് സത്യത്തിൽ. നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ പെർസ്പെക്റ്റീവ് എന്ന് തന്നെ വളരെ ലിവിങ് ഓൺ ദ എഡ്ജ് ആണ്. അതെ എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു അങ്ങനെ അല്ലല്ലോ നമ്മൾ നടത്തേണ്ടത്. അതെ ഈ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി വേണമല്ലോ. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ കുറ്റക്കാരെ കണ്ടുപിടിക്കുക ആ ഒരു മോഡലല്ല. ഈ നമ്മൾ ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം സൃഷ്ടിക്കുമ്പോൾ തന്നെ പലതും മുൻകൂട്ടി കണ്ടിട്ട് വേണം ആ ഡിസൈനിനകത്ത് അത് ഉൾപ്പെടുത്താൻ. അല്ലാതെ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കി വെച്ചിട്ട് ആ സമയത്ത് ആരെങ്കിലും പിന്നെ നമ്മൾ ചെവിക്ക് പിടിക്കാൻ പോകുന്നത് അത് അശാസ്ത്രീയവുമാണ്, മാത്രമല്ല അത് ന്യായവുമല്ല. കാരണം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ പോലീസുകാർ ഇവരൊന്നും ഡിസാസ്റ്റർ എക്സ്പേർട്ടുകളോ ഒന്നും അല്ല. അവര് അന്നേരം ആ സാഹചര്യത്തിൽ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ഉപയുക്തമായിട്ടുള്ളതെന്ന് അവർക്ക് തോന്നുന്നത് അവർ ചെയ്യുക. പിന്നീട് അവരുടെ ചെവി പിടിക്കാൻ പോകുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതെ അതെ. തീർച്ചയായും എന്തെങ്കിലും ഒരു വലിയ സംഭവിച്ചു കഴിഞ്ഞിട്ട്. അതെ ഉം. തീർച്ചയായും ഒരു ആ. വലിയ ഡിസൈൻ, വളരെ കൃത്യമായ ഒരു മെച്ചപ്പെട്ട ഡിസൈൻ, കൃത്യമായി മെച്ചപ്പെട്ട രീതിയിൽ ഭക്തന് ആരാധന നടത്താനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഉം. അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നെങ്കിൽ വളരെ ഈ ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം പലരും അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നില്ല. ഡിസൈൻ തീരെ ഇല്ലാത്ത ഒരു എസ്തെറ്റിക്സിന്റെ പൂർണ്ണമായ അഭാവമുള്ള ഒരു സ്ഥലമാണ് സത്യത്തിൽ ശബരിമലയിൽ നമ്മൾ കാണുന്ന ഈ കൺസ്ട്രക്ഷൻസ് മുഴുവനും. എസ്തെറ്റിക്കലി ഒരു ക്ഷേത്ര കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റുന്നതേ അല്ല. ഇന്ന് പുതിയ ക്ഷേത്രങ്ങൾ പലതും പണിയുന്നുണ്ടല്ലോ. ഈ പല ഇപ്പൊ സ്വാമിനാരായൺ സെക്ട് ഇവര്, അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് അയോധ്യയില് പണിത ക്ഷേത്രമുണ്ട്. ഇപ്പൊ പലയിടത്തും പുതിയ ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ അവിടെയൊക്കെ കാണിക്കുന്ന ആ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ള ഒരു എസ്തെറ്റിക്സിന്റെ ആസ്പെക്ട് ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ അറിയാം എന്തുമാത്രം തോട്ട് അതിനകത്ത് പോകുന്നുണ്ട് എന്നുള്ളത്. ഞാനത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാര് വരും. ആ അനുഭവം അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് പ്രയോജനം? അതാണ്. അപ്പൊ ആ ഒരു ഭക്തിപരമായിട്ടുള്ള ആംബിയൻസ്, ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ എസ്തെറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കാത്തിരിക്കുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഹോൾഡ് ഏരിയ, ഇതെല്ലാം അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് ചേർന്നിട്ട് തന്നെ. നമ്മളുടെ നാട്ടിൽ എത്ര നല്ല നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നതല്ലേ. എന്ത് മനോഹരമായിട്ടാണ് ഈ റിസോർട്ടുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഓരോ ഭാഗവും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ട് ചേർന്ന് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഈ ഡിസൈനും ഈ ആർക്കിടെക്ചറും ഒക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് ശബരിമലയിലുള്ള ഒരു വർക്ക് വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ശാസ്ത്രശാഖയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ വിങ്ങോ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത പോലെ വരുന്നത്? അതെങ്ങനെയാണ്? നമ്മള് അവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സിനകത്ത് പോയാൽ അറിയാം, അതിൻ്റെ അകത്ത് ഈ ടോയ്ലറ്റിന്റെ ടാപ്പ് പോലും എവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം ലാക്ക് ഓഫ് ഒരു ആപ്ലിക്കേഷനും പറ്റും. ആരും ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഇതൊന്നും, അല്ലെങ്കിൽ ഇതൊക്കെ മതി എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. ഒരു അർപ്പണ മനോഭാവം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. ഇത് ഒരു ഡെഡിക്കേഷനോടുകൂടെ ഇത് ഏറ്റവും നല്ല രീതിയിൽ അവിടെ വരുന്ന ഓരോരുത്തർക്കും ഒരു വലിയ അനുഭവമായിരിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇതിനകത്ത് കാണുന്നില്ല. ആൻഡ് പ്രോബബ്ലി ഇതിനുള്ള ഒരു കാരണം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ മലയാളികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രതികരിക്കുമല്ലോ. എന്ന ഒരു എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ സത്യത്തിൽ ശബരിമലയിൽ വരുന്നത് മലയാളികളെക്കാട്ടിലും കൂടുതൽ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവരാ കണക്കുകൾ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ഒരു ദക്ഷിണേന്ത്യയുടെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തുലം കുറവായിരിക്കില്ല, ഏറ്റവും കൂടുതൽ കുറഞ്ഞ. അപ്പൊ അവര് വന്നു പോകുന്നതായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അങ്ങനെയാണോ എന്ന് വരെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അത് ശരിയല്ല, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം അവർക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ അവർക്കൊരു റോളില്ലല്ലോ. അവരുടെ ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല ഇവിടെ. അവരുടെ ആരും അവരെ എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്താലും അവർക്ക് ഇവിടെ പ്രതികരിക്കാനോ അവർക്ക് ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്താനോ ഒരു ജനാധിപത്യപരമായിട്ട് ഒരു മാർഗവും ഇല്ല. അപ്പൊ അവര് സഹിക്കട്ടെ എന്നുള്ളതാണോ
അത് ശരിയല്ലല്ലോ. അവരും പൗരന്മാരല്ലേ, അവരും ഇന്ത്യയിലെ പൗരന്മാരല്ലേ, അവരും ഭക്തരല്ലേ. അപ്പൊ അവർക്കും ഫെയർ ആയിട്ടുള്ള നല്ല ഒരു തൊഴുന്നൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ആ രീതിയിൽ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഡിസൈൻ ആസ്പെക്ട് ഒക്കെ അപ്പൊ കുറച്ച് ശ്രദ്ധിക്കും. അവിടെ കാനനവാസന കാണാൻ പോകുമ്പോൾ കാനനത്തിൽ തന്നെ ഇരുന്ന് ആ ഒരു കാട്ടിനകത്തൂടെ തന്നെ പോകുന്ന ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഇറ്റ് ഈസ് പോസിബിൾ. ഇപ്പം സയൻസും ഡിസൈനും ഇതും എല്ലാം ആ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞു. അത് എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? അതെ. അതൊന്നും വലിയ പുതിയ കൺസ്ട്രക്ഷനോ എന്താ പറയാ ഭീകരമായ പെർമിഷൻ എടുത്ത് അങ്ങനെ ഒന്നും ആ കോടികളുടെ കൺസ്ട്രക്ഷൻ അതൊന്നും അല്ല. ഇത് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആണ് അവിടെ വേണ്ടത്. ഇറ്റ്സ് ഓൺലി എസ്തെറ്റിക്സ്. തീർച്ചയായും സാർ, തീർച്ചയായും. ഇത് കണ്ടറിഞ്ഞ് ഇതിനെ നല്ല നടപടികൾ സ്വീകരിക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ട്. വളരെയധികം നന്ദി സാർ, ഇത്രയും നേരം ഈ തിരക്കിനിടയിലും സ്വീകരിച്ചത്. താങ്ക് യു സാർ. താങ്ക് യു. സ്വാമി ശരണം. സ്വാമി ശരണം.